നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പണമുള്ളവരെന്ന് കരുതുന്ന ഒരു വിഭാഗം ഏതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരാണ്. അതായത് ചെറുകിടയായിട്ടും വലുതായിട്ടും ചെയ്യുന്ന കച്ചവടക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പണമുണ്ടെന്ന് കരുതുന്നത്. ഇപ്പൊ താൽക്കാലികം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരും അങ്ങനെ പലരുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ കണ്ടാവും, ജനിച്ച കാലം മുതൽ നമ്മൾക്ക് ചുറ്റും ജോലി ചെയ്യുന്നവരും ഉണ്ട്, ഒരുപാട് ബിസിനസ് ചെയ്യുന്നവരും ഉണ്ട്. ചെറിയ കച്ചവട കടകൾ നടത്തുന്നവർ, പച്ചക്കറി കട നടത്തുന്നവർ, ഹോട്ടൽ നടത്തുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. അപ്പൊ അവരുടെ നമ്മുടെ മുന്നിലുള്ള ഈ നമ്മൾ ജനിച്ച കാലം മുതലേ ബിസിനസ്സായിട്ട് കാണുന്ന ഇവർ എത്രമാത്രം റിച്ച് ആയിട്ടുണ്ട്, എത്രമാത്രം വലിയ പണക്കാരാണ് ഈ ഇത്രയും വർഷം കൊണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ എത്രമാത്രം അവരുടെ കയ്യിൽ എത്രമാത്രം പണമുണ്ട്, അവർക്ക് എത്രമാത്രം സമ്പാദിക്കാൻ സാധിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മളെല്ലാം വിചാരിക്കും കച്ചവടക്കാരെല്ലാം ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും. പക്ഷെ എല്ലാ കച്ചവടക്കാർക്കും വിജയിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു സാധാരണ നമ്മുടെ നാട്ടിൽ പലചരക്ക് നടത്തുന്നവർ, പച്ചക്കറി നടത്തുന്നവർ, അല്ലെ ഹോട്ടൽ നടത്തുന്നവർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം കഷ്ടപ്പെടുവാണ് ഓരോ ദിവസത്തിനു വേണ്ടി. പക്ഷെ കഴിഞ്ഞ 30 വർഷമായിട്ടും ഇവർക്ക് വേറെ കാര്യം, അല്ലെങ്കിൽ 25 വർഷമായിട്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഫീൽഡിലുള്ളവരാണ്. കാരണവന്മാരായിട്ട് പകർന്നു കിട്ടിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അന്ന് മുതലുള്ള പല കാര്യങ്ങളും ചെയ്തു വന്നത് കൊണ്ട് ഇന്ന് അവർക്ക് കുറച്ച് അസറ്റ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് വീട് മേടിക്കാൻ സാധിച്ചു, കുറച്ച് സ്ഥലം മേടിക്കാൻ സാധിച്ചു. പക്ഷെ ഇന്നും അവർക്കൊരു പുതിയതായിട്ടൊരു വീട് മേടിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ ഒരു ലോൺ എടുക്കാതെ വാങ്ങാനുള്ള ഒരു ക്യാഷ് ഇപ്പോഴും അവരുടെ കയ്യിൽ, പലരുടെയും കയ്യിലായിട്ടില്ല. വലിയ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പക്ഷെ എന്ന് വെച്ച് ബിസിനസ്സുകാരുടെ കയ്യിലുള്ള കോടികൾ ഒരിക്കലും അവരുടെ സ്വന്തമല്ല. കാരണം അത് അവരുടെ വാങ്ങി വെച്ചിരിക്കുന്ന സ്റ്റോക്കിന്റെ പ്രൈസ് ആയിരിക്കും. അത് വിറ്റ് കിട്ടിയാൽ കിട്ടുന്ന ലാഭം മാത്രമായിരിക്കും ഇവരുടെ കയ്യിൽ ഉണ്ടാവുക. ആ ലാഭം, ആ കിട്ടുന്ന മിച്ചം കൊണ്ടായിരിക്കും അവർ അവരുടെ ജീവിത കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ഒരു സ്ഥിര വരുമാനം ഉള്ള, ഒരു ആവറേജ് വരുമാനം ഉള്ളത് കൊണ്ട് തന്നെ ബാങ്കുകാർ ഇവർക്ക് ലോൺ കൊടുക്കുമ്പോൾ അവരവരുടെ മോടി കാണിച്ചു പോകുവാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ബിസിനസ്സുകാരുടെ കയ്യിൽ ഒരു പെട്ടെന്ന് ഒരു 50 ലക്ഷം രൂപ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു 1 കോടി രൂപ എടുക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇവരോട് ഞാൻ പലപ്പോഴും, കഴിഞ്ഞ ദിവസം എൻ്റെ പരിചയത്തിലുള്ള ഒരു ചേട്ടായോട് ഞാനിങ്ങനെ സംസാരിച്ചു. അവർ ഫാമിലി ആയിട്ട്, പിന്നെ പാരമ്പര്യമായിട്ടുള്ള ബിസിനസ്സുകാരാണ്. ആദ്യം പഴയ ചെറിയ കടകളിൽ തുടങ്ങി ഇപ്പം വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കമുള്ള വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പണിതു. ആ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിത് ലോൺ എടുത്തിട്ടാണ്. അതിനകത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നത് ലോൺ എടുത്തിട്ട്, മറ്റേ ഓടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കോടികളുടെ ഓടിയുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവർക്കൊരു ആവശ്യം വന്നു കഴിയുമ്പോൾ എന്നാ പറയുക, ഒരു മകനെ വിദേശത്തേക്ക് പഠിപ്പിക്കാൻ വിടണം, പെട്ടെന്ന് ഒരു 10-25 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ അത് എവിടുന്ന് മറിക്കും എന്നുള്ള രീതിയിലുള്ള ചിന്തയാണ്. കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണോ അല്ലെങ്കിൽ ഓടിയിൽ നിന്ന് എടുത്ത് കൊടുക്കണോ, ബാങ്കിൽ FDO കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോഴാണ് എനിക്കൊരു ചിന്ത വന്നത്, ഇത്രയും വർഷമായിട്ടും ഇവർ ചെയ്തു. ഇവരുടെ കയ്യിൽ കോടികൾ ആസ്തിയുണ്ട്, വീടുണ്ട്, പറമ്പുണ്ട്, ബിൽഡിങ് സ്വന്തമാണ്, ഇതെല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ കഴിഞ്ഞ 40 വർഷമായിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, 40 വർഷം മുന്നേ നമുക്ക് വേണമെങ്കിൽ ഈ 1000 രൂപയോ 2000 രൂപയോ ഒരു മിനിമം എന്താണെങ്കിലും മാറ്റി വെക്കാം, ഒരു മാസം മാറ്റി വെക്കാമായിരുന്നു. പക്ഷെ ആ കിട്ടിയ ലാഭമെല്ലാം എടുത്ത് എന്താ ചെയ്ത്, വീണ്ടും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അതങ്ങനെ നല്ല രീതിയിൽ വളർത്തി സംഭവം സെറ്റ് ചെയ്ത് കൊണ്ടുവരുവാണ്. പക്ഷെ 40 വർഷം കൊണ്ട് ഈ ലെവലിലെത്തിയ ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്നേരം പോലും കയ്യിലില്ല. വീണ്ടും ബാങ്കിനെ സമീപിക്കേണ്ട ഒരു അവസ്ഥയിലാണ് മുമ്പിലുള്ളത്. ആ ഒരു അവസ്ഥ ഇനി വരുന്ന കച്ചവടക്കാർക്ക് വരാൻ പാടില്ല. ഞാൻ അവരോട് ചോദിച്ചപ്പം ചേട്ടായി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏട്ടാ ചെയ്യാമായിരുന്നു, അന്ന് മുതലേ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു, പക്ഷെ ആരും പറഞ്ഞു തന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് ചെയ്തോട്ടെ, ടീച്ചർമാരോ സാറുമാരോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അങ്ങനെ ഒരു മറ്റുള്ളവരുടെ കീഴിൽ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥിര വരുമാനം ഉള്ളവർക്ക് എന്ത് ചെയ്യാം, പറയാം എനിക്ക് മാസ വരുമാനമുണ്ട്, അതിൽ നിന്ന് എനിക്ക് ഇത്ര രൂപ മിച്ചം വെക്കാം എന്ന് പറയാൻ പറ്റും. ബിസിനസ്സുകാർക്ക് അങ്ങനെയല്ല. ഒരിക്കലും എല്ലാ മാസവും ഒരു ബിസിനസ് പ്രോഫിറ്റിലായിരിക്കില്ല, ഒരിക്കലും പ്രോഫിറ്റിലായിരിക്കില്ല. അപ്പം ഞാൻ നാളെ ഒരു കടയിൽ ചെന്ന് സാധനം മേടിച്ചാൽ മാത്രമേ ആ വിറ്റ് കിട്ടുന്നതിൻ്റെ ഒരു ലാഭം അവർക്ക് കിട്ടത്തുള്ളൂ. അതല്ല ഞാൻ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു പർച്ചേസിംഗ് പവർ കുറഞ്ഞാലോ, സ്വാഭാവികമായിട്ട് എല്ലാം വാങ്ങാനുള്ള ഒരു ശേഷി കുറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ബിസിനസിനെ ബാധിക്കും. ഇന്ന് നമ്മളുടെ നാട്ടിൽ ഇത് നടക്കുന്നുണ്ട്. നമ്മളുടെ സാധാരണക്കാരായ ആളുകൾക്ക് പർച്ചേസിംഗ് പവർ കുറഞ്ഞത് കൊണ്ട് തന്നെ നാട്ടിലുള്ള കച്ചവടക്കാരുടെ വിറ്റ് വരവും കുറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അവരുടെ ലാഭവിഹിതവും കുറഞ്ഞു. ഇന്ന് ബിസിനസ് ചെയ്യുന്ന പലരും ഓൾറെഡി ഉള്ള ബിസിനസ് എങ്ങനെ പൂട്ടാതിരിക്കാമെന്നുള്ള തത്രപ്പാടിൽ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നു. ഇതിനിടയിൽ നല്ല ലാഭത്തിൽ പോകുന്ന ബിസിനസ്സും ഉണ്ട്. പക്ഷേ ഒരു 80% ആളുകളും അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുവാണ്. ഈ ഒരു സമയവും കടന്നു പോകുമെന്നുള്ള പ്രതീക്ഷയിൽ. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത്,
പണ്ടത്തെ തലമുറ തുടങ്ങി ഇതുവരെയുള്ള സമയത്ത് സമ്പാദിച്ച് ഒരു ചെറിയ തുക മിച്ചം വെക്കാമായിരുന്ന സമയത്ത് പോലും മിച്ചം വെക്കാതെ അത് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ലാഭവും നഷ്ടവും സഹിച്ച് മുന്നോട്ട് വന്നവരാണ് ഇവിടെ. ഇനിയുള്ള സമയത്ത് ഈ കച്ചവടക്കാർ, ചെറുകിട കച്ചവടക്കാർ ഇതേപോലെ തന്നെയാണ് പോകുന്നതെങ്കിൽ ഇപ്പോഴും അവരെല്ലാ മാസവും ചെറിയ തുക മാറ്റി വെക്കുന്നുണ്ട്. ഡെയിലി കളക്ഷന് വരുന്ന ബാങ്കുകളിലെ ആൾക്കാർക്ക്, അല്ലെ പോസ്റ്റ് ഓഫീസിലെ ആളുകൾക്ക്, അല്ലെങ്കിൽ ചിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു പൈസ മാറ്റി വെക്കുന്നു. ആ പൈസ അവർ ആവശ്യം വരുമ്പോൾ വേറെ എന്തെങ്കിലും സാധനം മേടിക്കാൻ വരുമ്പോൾ അത് പൈസ പിൻവലിച്ച് സാധനങ്ങൾ മേടിക്കുന്നു, അത് വീണ്ടും അടച്ചു തീർക്കുന്നു. ഇവിടെ ഒരിക്കലും ഒരു കോമ്പൗണ്ടിങ്ങോ കാര്യങ്ങളോ നടക്കുന്നില്ല. ഞാൻ ഇപ്പോഴും പറയാറില്ല, ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യം, ഞാൻ 5 വർഷമായിട്ടുള്ളൂ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട്. ജോലി കഴിഞ്ഞ് 2014 ഇറങ്ങി എൻ്റെ ബിസിനസ് കൊറോണയ്ക്ക് ശേഷം റണ്ണായി കാര്യങ്ങളെല്ലാം വന്നു. ഈ സമയത്ത് എനിക്ക് ആദ്യ നാളുകളിൽ എന്താ ചെയ്യാൻ പറ്റുക, നല്ല രീതിയിൽ എനിക്ക് പ്രോഫിറ്റും ഹൈ ലെവലിൽ എനിക്ക് പ്രോഫിറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം ബിസിനസ് അതുപോലെയായിരുന്നു. നല്ല ജനങ്ങളുടെ പൈസ ഉണ്ടായിരുന്നു, പർച്ചേസിംഗ് പവർ ഉണ്ടായിരുന്നു, സാധനം കടയിലേക്ക് ചെന്നാൽ പെട്ടെന്ന് തന്നെ പൈസ കിട്ടുമായിരുന്നു, എല്ലാം വളരെ ഈസി ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ബിസിനസ്സിൽ ഉണ്ടായ ഒരു കയറ്റിറക്കത്തിൽ, ഒരു പ്രൈസ് ഡ്രോപ്പിനിടയിൽ ഞാൻ വളരെയധികം സ്ട്രഗിളിങ് സ്റ്റേജിലേക്ക് പോയി. ഞാൻ അതിനുശേഷം ആദ്യത്തെ 2.5 വർഷം കൊണ്ട് ഞാൻ നല്ല രീതിയിൽ സമ്പാദിച്ചെങ്കിൽ ആ സമ്പാദ്യം കിട്ടിയത് മുഴുവൻ എന്ത് ചെയ്തു, എൻ്റെ ലാഭത്തിനെ ഇരട്ടിയാക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഞാൻ വീണ്ടും എൻ്റെ ബിസിനസ്സിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്തു. അതൊരിക്കലും മോശമായ ചിന്തയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്നെ സംബന്ധിച്ചുള്ള അത് ശരിയായ ഡിസിഷൻ ആയിരുന്നു. പക്ഷെ ബിസിനസിന്റെ കാലഘട്ടം ആ ഒരു സമയത്തെ മോശാവസ്ഥ കാരണം എനിക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വന്ന സമയത്താണ് എനിക്ക് ബിസിനസ്സിൽ ലോസ് വന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വലിയൊരു കമ്പിയുടെ വിലയിൽ വലിയൊരു കുറവ് വന്നു. അത് കടകളിലുള്ളവർക്ക് വിൽപ്പനയിൽ ബാധിച്ചു. അതുകൊണ്ട് തന്നെ കച്ചവട സ്ഥാപക കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് വന്ന പണത്തെ ബാധിച്ചു. എല്ലാ റൊട്ടേഷൻ അങ്ങ് നിന്നുപോയി. ഈ റൊട്ടേഷൻ സൈക്കിൾ നടന്നിട്ടില്ലെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. പിന്നീട് അങ്ങോട്ടേക്ക് കഴിഞ്ഞ ഇത്രയും നാൾ ഞാൻ വളരെയധികം സ്ട്രഗിളിങ് ആയിരുന്നു. ഒരു കൂട്ടുന്ന വക്ക് വരെ എത്തിയിരുന്നു. അവിടുന്നാണ് വീണ്ടും ഒരു പുതിയ ലെവലിലേക്ക് നമ്മളിപ്പോൾ ഉയർത്തിക്കൊണ്ട് വരുന്നത്. അതിന് ഞാൻ വേറൊരു മാർഗം സ്വീകരിച്ചു. ആ മാർഗത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷ. അതുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, അപ്പൊ ഈ ഒരു സൈക്കിളിൽ നമുക്കൊരു ദുർഘട ഘട്ടം വന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ചേട്ടാ, തുടങ്ങിയ നാളുകൾ തന്നെ എനിക്ക് ആദ്യത്തെ ഒരു 2.5 വർഷം തന്നെ ആണെങ്കിൽ പോലും ഒരു മാസം ഏറ്റവും കുറഞ്ഞത് 50,000 രൂപ. ഞാൻ ഈ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പറഞ്ഞു തരുന്ന ഞാൻ പോലും എനിക്കൊരു മാസം 50,000 രൂപ ലാഭം മിച്ചം കിട്ടിയപ്പോൾ ഞാനത് റീഇൻവെസ്റ്റ് ചെയ്തു. അതേ സമയത്ത് അതിൽ കൂടുതൽ എനിക്ക് കിട്ടുമായിരുന്നു. ആ ലാഭത്തിന് ഒരു വിഹിതം 50,000 രൂപ എന്ത് ചെയ്യാമായിരുന്നു, എനിക്ക് SIP ആയിട്ടോ എന്തേലുമായിട്ട് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് എനിക്ക് മാറ്റി വെക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തില്ല. അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഞാൻ കാണിച്ച ഏറ്റവും വലിയ തെറ്റ്. എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ഞാൻ അന്നേരം ചിന്തിച്ചു, എടാ, ഈ പറഞ്ഞ പോലെ ഒരു 50,000 രൂപ നമ്മൾ 2-2.5 കൊല്ലം മാറ്റി വെക്കുമായിരുന്നെങ്കിൽ പോലും ഏകദേശം ആ സമയത്ത് നല്ല ഹയർ ഗ്രോത്ത് റിട്ടേൺ തന്നുകൊണ്ടിരുന്നൊരു സമയമാണ്. അത് 2.5 കൊല്ലം ആ ബുദ്ധിമുട്ട് വന്ന സമയത്താണെങ്കിൽ പോലും നമുക്കന്ന് പിടിച്ചു നിൽക്കാനായിട്ട് ഏകദേശം ഒരു 10-25 ലക്ഷം രൂപ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ച ഒരാളായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ആദ്യ സമയത്ത് ഒരു 50,000 രൂപ മാസം മാറ്റി വെച്ചിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പം ഈ 2.5 കൊല്ലം കഴിഞ്ഞ ആ സമയത്ത് ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് എനിക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്തായി, എനിക്ക് ഇങ്ങനെയൊരു ദുർഘടഘട്ടം വന്നപ്പോൾ എനിക്ക് ഒന്നും തിരിയാത്തൊരവസ്ഥ വന്നു. ബിസിനസ്സിലാണ് എല്ലാ പൈസയും ഉള്ളത്, മാർക്കറ്റിലാണ് എല്ലാ പൈസയും ഉള്ളത്, എല്ലാ സ്റ്റോക്കിന്റെ വില ഇടിഞ്ഞു. അങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മളൊരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയൊരു സമയമുണ്ട്. ഇത് ഞാൻ പേഴ്സണലി എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കച്ചവടക്കാരെ ഫോക്കസ് ചെയ്ത് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഇത് നമ്മളുടെ ചുറ്റും കച്ചവടം ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന നിങ്ങൾ എന്നാ വലിയ ബിസിനസ് ആയിക്കോട്ടെ, എന്നാ ചെറിയ ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന തുകയിൽ നിന്ന് മാസം ഒരു നിർബന്ധമായിട്ടും ഒരു നല്ലൊരു തുക നിങ്ങൾ എന്ത് ചെയ്യണം, മ്യൂച്വൽ ഫണ്ട്സിലേക്ക് SIP ആയിട്ട് മാറ്റി വെച്ചേ പറ്റൂ. ഞാൻ അന്ന് പറഞ്ഞാൽ ഒരു 50,000 രൂപ 2.5 വർഷം പോലും മാറ്റി വെച്ചിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു 10-25 ലക്ഷം രൂപ അതിന്റെ ഗ്രോത്ത് ആയിട്ട് അല്ലെങ്കിൽ 30 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കിട്ടിയാനെ. ആ സമയത്തെ ഗ്രോത്ത് വെച്ച് വേണം 30 ലക്ഷത്തിന് മേലെ കിട്ടിയാനെ. പക്ഷെ അത് മിനിമം എനിക്ക് കിട്ടിയാനെ. പക്ഷെ ഞാനത് ചെയ്തില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ കാരണം എൻ്റെ എക്സ്പീരിയൻസ് കുറവുണ്ടായിരിക്കും. ഒരു ലാഭം കിട്ടിയപ്പം അതിൽ ആഹ്ലാദിച്ച് അതിൽ അഹങ്കരിച്ച് ഞാൻ മുന്നോട്ട് പോയി എൻ്റെ ലാഭം കൂട്ടാൻ വേണ്ടി. ഞാൻ കയറ്റം മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു ഇറക്കം ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ബിസിനസ് തുടങ്ങിയിട്ട് എൻ്റെ ബിസിനസ് ലൈഫ് തുടങ്ങിയിട്ട് 5 വർഷമായിട്ടുള്ളൂ. ആ ഇന്നത്തെ ഞാനൊരു കയറ്റവും കണ്ടു, വലിയൊരു ഇറക്കവും കണ്ടു. ഇനിയാണ് എനിക്ക് തിരിച്ച് കയറാനുള്ള സമയം. പക്ഷെ ആ ഒരു ഇറക്കം തന്നത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ് എന്ന് ഞാൻ കരുതുന്ന ഒരാളാണ്. കാരണം എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കാനും ആ തെറ്റുകളിൽ നിന്ന് ഇനി ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ എനിക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം
ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റ് പല സോഴ്സ് ഓഫ് ഇൻകം എനിക്ക് ഇന്ന് വരുമാന മാർഗമായിട്ടുണ്ട്. അതിന് കാരണമായിട്ട് എന്താണ്? ഈ ഒരു തകർച്ചയാണ്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ഇതിനെ പോസിറ്റീവായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. എനിക്കൊരു തകർച്ച തന്നത് എൻ്റെ മുന്നിൽ കോടികളുടെ നഷ്ടസാധ്യത, എന്താ പറയുക, കടങ്ങളും ബാധ്യതകളും ഉണ്ട്. പക്ഷെ അതിനെ ഞാൻ പേടിച്ച് അതിനെ നോക്കുവാണെങ്കിൽ ഒരിക്കലും എനിക്കതിനെ ആ ഭാഗത്തേക്ക് എനിക്ക് എത്താൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ചെയ്തത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ മൈൻഡ് ഫ്രീ ആക്കുക എന്നുള്ളത്. എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ വൈഫിൽ നിന്നും ഭാര്യയിൽ നിന്നും ആണെങ്കിലും എനിക്ക് അതിനെ സപ്പോർട്ട് കിട്ടി. നീ ധൈര്യമായിട്ട് പോ, അല്ലെ ചാക്കുച്ചി ധൈര്യമായിട്ട് പൊക്കോ, നമുക്കത് ചെയ്യാം, അല്ലെ ഒരു ദുർഘട ഘട്ടം വന്നപ്പോൾ അവർ എൻ്റെ കൂടെ നിന്നു. അത് വലിയൊരു ഘടകമായിരുന്നു. ഒപ്പം തന്നെയാണ് നമ്മളെ സഹായിക്കാൻ മറ്റു പലരും എത്തുന്നു. ദൈവദൂതനെ പോലെ ഞാൻ പറയും, ചിലവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നു പറഞ്ഞില്ല. ഞാൻ വിശ്വസിക്കുന്ന അതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് മോശമായിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നല്ലതേ വരൂ. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ദുർഘട ഘട്ടങ്ങളെല്ലാം നടന്നിട്ടായിരിക്കും കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഈ ചെറുകിട കച്ചവടക്കാരായിട്ടുള്ളവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്തും നമ്മളെ സഹായിക്കാനായിട്ട് നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നതിനേക്കാൾ നല്ലത് നമുക്കൊരു ഫണ്ട് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതല്ലേ. അതിനുവേണ്ടിയാണ് നിങ്ങൾ കരുതി വെക്കേണ്ടത് ഒരു ചെറിയ തുക അല്ലെങ്കിൽ നല്ലൊരു തുക. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മ്യൂച്വൽ ഫണ്ടായിട്ട് നിങ്ങൾ എന്ന് ബിസിനസ് തുടങ്ങുന്നോ അന്ന് മുതൽ മാറ്റി വെക്കുക. കാരണം നമുക്ക് അധ്വാനിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ, നമുക്ക് എന്തെങ്കിലും ബിസിനസ് ക്ലോസ് ചെയ്യേണ്ട ഒരു സമയം വന്നു കഴിഞ്ഞാൽ, നമുക്ക് പിന്നീടുള്ള കാലം ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പൈസ വേണം. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ ഉണ്ട്, സർക്കാർ ഉദ്യോഗം ബാക്കിയുള്ള എല്ലാ എംപ്ലോയീസിനും വിടുമ്പോൾ ഒരു ഗ്രാറ്റുവിറ്റിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷേ ഒരു ബിസിനസ് ഓണേഴ്സായ നമുക്ക് ഒന്നും കിട്ടത്തില്ല. നമ്മൾ എന്താണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നമ്മൾ എന്താണോ സമ്പാദിച്ച് വെച്ചിരിക്കുന്നത്, അത് മാത്രമാണ്. നമ്മളുടെ മക്കൾ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവർ വേറെ ലെവലിലേക്ക് എത്തുമായിരിക്കും. പക്ഷെ നമ്മുടെ മക്കൾ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു ലെവലിൽ എത്തിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ, ബാധ്യതകളാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ മക്കൾ വന്നിട്ട് ഈ ബാധ്യത തീർക്കാനുള്ള ലെവലിലായിരിക്കും വരിക. പക്ഷെ നമ്മുടെ ബിസിനസ്സിൽ ലാഭമുണ്ട്, നമുക്ക് ഇത്രമാത്രം സമ്പാദ്യമുണ്ടെന്ന് മക്കളെ കാണിച്ചു കൊടുക്കാൻ സാധിച്ചാൽ അവർ വേറെ എവിടെയും പോകത്തില്ല, അവർ ഇവിടെ തന്നെ നിൽക്കും. ഈ ബിസിനസ്സിൽ പങ്കാളികളാവും നമ്മളുടെ കൂടെ. ഇപ്പൊ പലരും പറയുന്നുണ്ട്, പല ബിസിനസ്സുകാരും പറയുന്നുണ്ട്, മക്കൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല, അവർക്ക് വിദേശത്ത് പോയാൽ മതിയെന്ന്. ഈ ഒരു സിറ്റുവേഷൻ എന്താ? കാരണം ബിസിനസ് ആണ്, എന്നാലും സ്ട്രഗ്ലിംഗ് ആണ്. കയ്യിൽ പെട്ടെന്ന് ഇത്ര രൂപ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ആഗ്രഹങ്ങൾ സാധിക്കാൻ അവർക്ക് പൈസയില്ല. അതിന് വലിയ വലിയ ബിസിനസ്സുകാരെ പോലെ ഇത് വേണം. എല്ലാ ചെറുതായിക്കോട്ടെ വലിയ ബിസിനസ് ആയിക്കോട്ടെ, അതിന് ആ ഒരു സൈക്ലിംഗ് നടക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഈ നടക്കുന്നതിനിടയിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചെറിയ തുക മാറ്റി വെക്കുക. ഒരു SIP ആയിട്ട് ഞാൻ പറയുകയാണെന്ന് ഒരു ഇപ്പം ഞാൻ സംസാരിച്ച ചേട്ടായിയോട് ഞാൻ ചോദിച്ചു, ചേട്ടായി അന്ന് മുതൽ ഈ ഒരു കഴിഞ്ഞ ഇത്രയും ചെയ്യാൻ തുടങ്ങിയിട്ട് 10-35 വർഷമായല്ലോ, അല്ല ഏറ്റവും കുറഞ്ഞ 1000-2000 രൂപ അന്ന് മുതലേ ചെയ്യാമായിരുന്നു, മാറ്റി വെക്കാമായിരുന്നു. നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു 2000-3000 രൂപയൊക്കെ അന്ന് മുതലേ മാറ്റി വെച്ചിരുന്നെങ്കിൽ അത് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് മാസം 50,000 മേലെ മാറ്റി വെക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇന്നൊരു 10-15 കോടി രൂപ ഏറ്റവും കുറഞ്ഞത് പുള്ളിയുടെ കയ്യിലുണ്ടായേനെ ഒരു SIP ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ. അതായത് അന്ന് 30 വർഷം മുന്നേ 1000 ആയിരുന്നെങ്കിൽ അത് വർഷം കൂടുന്തോറും എമൗണ്ട് കൂട്ടി കൊണ്ടുവരാമായിരുന്നു. അങ്ങനെ ഒരു SIP ഒരു 13% റിട്ടേൺ കിട്ടിയാൽ പോലും കഴിഞ്ഞ ഒരു 30 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കോടികൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചേനെ. പക്ഷെ ഇന്നും നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസി വന്ന് ഫണ്ട് എടുക്കാൻ നോക്കുമ്പോൾ നമ്മളുടെ ഒരു പൈസയില്ല, വീണ്ടും നമ്മൾ ബാങ്കിനെ ആശ്രയിക്കേണ്ട അവസ്ഥ വരുവാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കച്ചവടക്കാരാണോ, നിങ്ങളൊരു സ്ഥിര വരുമാനക്കാരനല്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്ന വരുമാനത്തിന് നിശ്ചിത വിഹിതം നിർബന്ധമായിട്ട് മാറ്റി വെക്കുക. അത് ചെയ്തില്ലെങ്കിൽ ഇനിയും നമ്മളിനി കഷ്ടപ്പെടേണ്ടി വരും. ഇത്ര നാൾ ചെയ്തില്ല, അത് നമുക്ക് ക്ഷമിക്കാം. പക്ഷെ ഇനിയുള്ള വർഷങ്ങളിൽ നമ്മളത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും. അതുണ്ടാകാതിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും, എനിക്ക് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയോ ഷെയർ മാർക്കറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയോ നിങ്ങൾക്ക് അങ്ങനെ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ ടീമുമായിട്ട് ബന്ധപ്പെടുക. ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.